ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇപ്പോൾ 2025 എന്ന് പറഞ്ഞൊരു വർഷം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. അപ്പോൾ ഒരു കരിയർ സെറ്റ് ചെയ്ത് എങ്ങനെയും പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവുക എന്നുള്ളൊരു ഡിമാൻഡിലായിരിക്കും നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ജോലി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ജോലി ആയിട്ടുള്ളതാണ് SSCയുടെ തന്നെ SSC CGL 2025 എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇപ്പോഴേ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് നോക്കി നമ്മൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1 ഇയറിൻ്റെ ആ ഒരു ടൈം ലിമിറ്റിൽ തന്നെ നമുക്കൊരു നല്ലൊരു ജോലി നേടാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. പവർഫുൾ പോസ്റ്റിലേക്കുള്ള ഒരു പവർഫുൾ എൻട്രി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനെ കാണാം. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു റോഡ് മാപ്പാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും പുതിയ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത്. നെയിം ഓഫ് ദ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്ന SSCയുടെ കീഴിൽ വരുന്ന ഡിഗ്രി ലെവൽ ഓഫ് പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ SSC CGL എന്ന് പറയുന്നത് കേട്ടോ. SSC CGL എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്. അത് തന്നെയാണ് അതിൻ്റെ പേര്. ഗ്രാജുവേറ്റ് ലെവലുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻ ആണ് CGL എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഫിൽറ്ററിംഗ് ഉണ്ട്. ഗ്രാജുവേറ്റുകാർക്ക് മാത്രമേ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു വാല്യൂവും ഉണ്ട്, അതിന് അതിൻ്റെതായ കുറേ നല്ല കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ എക്സാം ലെവൽ ഗ്രാജുവേറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 32 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രീക്വൻസി ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഈ എക്സാം വിളിക്കാറുള്ളത്. കാരണം നിങ്ങൾക്ക് അറിയാം എൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ. ടയർ 1 ടയർ 2 എന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ഭാഗ്യം നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഗ്രാജുവേറ്റുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് SSC CGL. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക. നമുക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു എക്സാം, ഏറ്റവും നല്ലൊരു എക്സാമിനേഷൻ, അതെങ്ങനെയും നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതെങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവൻസുകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഡേറ്റ് വന്നോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുക. SSC CGLന്റെ ഡേറ്റ് ഇനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. ലാസ്റ്റ് മിനിറ്റിലേക്ക് വയ്ക്കേണ്ട ഒരു എക്സാമിനേഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ SSC CGL പോലെയുള്ള ഇത്രയും ഹയർ റാങ്കിങ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇത്രയും മുന്നേ തന്നെ SSC കലണ്ടർ ഇടുന്നത് തന്നെ ഏകദേശം ഡിസംബറിലാണ്. ഡിസംബറിലെ കലണ്ടർ ഇട്ടതിൻ്റെ കാര്യം എന്താ, അവർക്ക് ഏറ്റവും ലേറ്റ് ആയിട്ട് നടത്തുന്നെങ്കിൽ അവർക്ക് പിന്നെ എന്താ ആ ഒരു ടൈമിൽ നടത്തിയാൽ പോരെ. പക്ഷേ ഇത് നിങ്ങളെ അറിയിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉറപ്പായിട്ടും കലണ്ടർ റിലീസ് ചെയ്യുന്നത്. കലണ്ടർ ഒരുപാട് പേര് കണ്ടതുമായിരിക്കും. അപ്പോൾ SSC കലണ്ടറിൽ നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുന്നത് ഏപ്രിൽ 22-നും മെയ് 21-നും ഇടയിലാണെന്നുള്ളൊരു കാര്യം അവർ ഇപ്പോഴേ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, നിങ്ങളുടെ മുമ്പിലുള്ള ടൈം എത്രയാണ്. ഏപ്രിൽ മെയ്യിൽ തന്നെ അവർ നോട്ടിഫിക്കേഷൻ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടയർ 1ന്റെ ഏകദേശം എക്സാം വരുന്ന ഒരു ടൈം, എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ടയർ 1 ഫസ്റ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻ വരുന്നത് ഏകദേശം ജൂൺ ജൂലൈയിലാണ്. ടെൻഡേറ്റീവ് ആണ്, ഇതിന് ചേഞ്ചസ് ഉണ്ടാവാം. പക്ഷെ എന്നാലും അവർ ആ ഒരു കൃത്യമായ രീതിയിൽ ഒരു കലണ്ടർ ഇട്ടിട്ട് നമ്മളത് ഫോളോ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസമുണ്ട് നമ്മുടെ മുന്നിൽ, ജൂൺ ജൂലൈ എന്ന് പറയുന്ന ഒരു മാസത്തിൽ എന്ത് വരുമെന്നാണ് പറയുന്നത്, എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എക്സാം ഡേറ്റ് അല്ല, ടയർ 1 നടക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എക്സാം ഡേറ്റ് ഏകദേശം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യമൊക്കെ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ ഏപ്രിൽ മെയ്യിൽ തന്നെ നടക്കും. എന്നിട്ട് ജൂൺ ജൂലൈ ആകുമ്പോൾ എക്സാം നടക്കും എന്നുള്ളൊരു കൃത്യമായ കാര്യം അവരിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ടെൻഡേറ്റീവ് ആണെങ്കിൽ പോലും അവർ അറിയിച്ച കാര്യമാണ്. അപ്പം നമ്മുടെ മുന്നിലുള്ളൊരു ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും നന്നായിട്ട് പഠിച്ച് നമ്മൾ ആ ഒരു എക്സാം എങ്ങനെയും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളത് പ്രിലിംസ് ഉണ്ട്, അത് കഴിഞ്ഞ് മെയിൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം ഉണ്ട് അത്യാവശ്യം. ആ ടൈം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വർഷം തന്നെ നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. ഇതിന് നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള എല്ലാ ഡെഡിക്കേഷനും നിങ്ങൾ കൊടുക്കുക. ഒരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ SSC ഒക്കെ നമുക്ക് ഒരിക്കലും 6 മാസം കൊണ്ട് കവർ ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല. നമ്മളൊരു വർഷം 2 വർഷമൊക്കെ കഷ്ടപ്പെട്ട് കിടന്ന് അതിൽ പഠിച്ചാലേ കാര്യമുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു 6 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതെങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ്
അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക SSC CGL എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം അതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസുകളാണ്. എത്ര പോസ്റ്റുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും ഉയർന്ന ലെവൽ ഓഫ് പോസ്റ്റുകളാണുള്ളത്. അതിൻ്റെ സാലറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സാലറി. ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും SSC CGLൻ്റെ ലെവൽ എപ്പോഴും എന്ത് തന്നെയാണ്, ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറാണ്. ഇതെല്ലാം ഓഫീസർ റാങ്കിങ് ആണ്. ഓഡിറ്റ് ഓഫീസർ, അക്കൗണ്ട് ഓഫീസർ, സെക്ഷൻ ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല മിനിസ്ട്രിയുടെ കീഴിൽ, ഓഡിറ്റ് ഓഫീസിൻ്റെ കീഴിൽ പല പല നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രിയുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് SSC CGL ഉള്ളത്. ഗ്രൂപ്പ് ബി മിനിസ്റ്റീരിയൽ ആൻഡ് ഗസറ്റഡ് പോസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് സി മിനിസ്റ്റീരിയൽ പോസ്റ്റും ഉണ്ട്. B ആൻഡ് C പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത്. അതായത് ആവറേജ് നമ്മുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 50,000 മുകളിൽ നിൽക്കുന്ന സാലറി സ്കെയിലിംഗ് ഓഫ് ഇതാണ് ഇതിൽ വരുന്നത്, നമ്മുടെ ഈ പോസ്റ്റുകളിൽ വരുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല പോസ്റ്റുകൾ. ഇൻകം ടാക്സ് ഓഫീസർ, CBI, നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ പറ്റുന്ന ഇൻസ്പെക്ടർ, ഇങ്ങനത്തെയൊക്കെ ഇൻസ്പെക്ടർ പോസ്റ്റുകളും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾ, ഓഡിറ്റ് ഓഫീസറുകൾ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോലെയുള്ള എല്ലാ രീതിക്കും നല്ല ലെവൽ ഓഫ് പോസ്റ്റിലിരിക്കുന്ന കുറേ പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഇതിനകത്ത് വരുന്നതെന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. ഡീറ്റെയിൽസ് പറഞ്ഞേക്ക് നമ്മൾ വെറുതെ ടൈം കളയേണ്ട. നമ്മുടെ എന്താണ് റോഡ് മാപ്പാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് പോസ്റ്റ്. ഫസ്റ്റ്ലി നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങി തിരിക്കുന്നവരാണെങ്കിൽ ഇത്രയും നല്ല പോസ്റ്റുകളാണ്. ഈ പോസ്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസുമായിട്ട് അടുത്തൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, മെയിനായിട്ടുള്ള പോസ്റ്റുകൾ ഇതാണ്. ഓക്കെ, പല പല നല്ല ഡിപ്പാർട്ട്മെന്റ്സ്, ഹൈ ലെവൽ ഓഫ് റാങ്കിങ്ങിൽ ഇരിക്കുന്ന പോസ്റ്റുകളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന കാര്യം ശ്രദ്ധിക്കുക. സാലറി റേഞ്ച് നിങ്ങൾക്ക് കണ്ടറിയാം. ഓഡിറ്റ് ഓഫീസറിനാണെങ്കിൽ 56,000 തൊട്ട് 1,77,000 വരെ കിട്ടുന്ന ഒരു സാലറി പാക്കേജിങ് കൃത്യമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഏകദേശം 50,000 തുടങ്ങി 1,00,000 പുറത്ത് നിൽക്കുന്ന 1,50,000 പുറത്ത് നിൽക്കുന്ന വരെയുള്ള സാലറി സ്കെയിലിംഗ് ഏതിനുണ്ട്? ശരിക്കും പറഞ്ഞാൽ CGLനുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇൻ ഹാൻഡ് സാലറി 56,000 അല്ലെങ്കിൽ ഒരു 50,000 അടുപ്പിച്ചായിരിക്കും. പക്ഷേ അത് എന്താണ്, ഓരോ സെൻട്രൽ ഗവൺമെൻറ് ഓരോ അലവൻസ് കയറി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാലറി ലെവൽ നമ്മുടെ കയ്യിലിരിക്കും. 70 മുകളിൽ തന്നെ നമ്മുടെ സാലറി നമ്മുടെ കയ്യിലിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഏതെടുത്താലും ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എടുത്താലും 44,000 നിന്നും തുടങ്ങി 1,42,000 വരെ എത്തുന്ന സാലറി പാക്കേജിങ്ങും നമ്മുടെ ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ എക്സൈസ് ഓഫീസറായിട്ടും പ്രിവെൻറ്റീവ് ഓഫീസറുമായിട്ട് പോകണമെങ്കിലും സെയിം സാലറിയാണ് വരുന്നത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം അതേ സാലറിയാണ്. പിന്നെ ഇൻസ്പെക്ടർ പോസ്റ്റുകൾക്കൊക്കെ അല്ലാത്ത സാലറി 35,000 നിന്ന് തുടങ്ങുന്നെങ്കിൽ പോലും അത് എത്തിയിരിക്കുന്ന സാലറി നിങ്ങൾക്കറിയാം 1,00,000 പുറത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പോസ്റ്റുകളാണ് ഏതിൽ വരുന്നത്? ശരിക്കും പറഞ്ഞാൽ സാലറി റേഞ്ചാണ് SSC CGL വരുന്നതെന്ന കാര്യം ആലോചിക്കുക. അപ്പോൾ എങ്ങനെ SSC CGLലേക്ക് എത്തും? ആ ഗോൾ എന്താണ് നിങ്ങൾ കൃത്യമായി സെറ്റ് ആക്കേണ്ടത്? ഇത്രയും നല്ല പോസ്റ്റാണ്, ഇത്രയും സാലറിയാണ്, എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും? നമ്മൾ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളുക. നിങ്ങൾ ഇപ്പോഴേ ഒരു ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സക്സസ് ആണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഗോൾസ് എന്ന് പറഞ്ഞാൽ ഗോൾ 1, ഗോൾ 2 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് സിലബസ് അക്കോർഡിംഗ്ലി കവർ ചെയ്യുക. കൃത്യമായ രീതിയിലുള്ള സിലബസ് കവറിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ നമുക്കറിയാം ഈ ഒരു സിലബസ് പാറ്റേൺ എടുക്കുമ്പോൾ തന്നെ അറിയാം ഓരോ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത് നമ്മുടെ ഈ പറയുന്ന SSC CGLന്. അത് നമ്മൾ കൃത്യമായി ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. 6 മാസം എന്ന് പറഞ്ഞൊരു സമയം നമുക്ക് ലിമിറ്റഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്തിനുള്ളിൽ നമ്മൾ നന്നായിട്ട് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു സ്കോർ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നല്ല പോലെ സിലബസ് ഇപ്പോൾ തന്നെ ഡെയിലി ബേസിസിൽ കവർ ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോഴേ ഒരു റിലാക്സേഷൻ കൊടുത്തിട്ട് ഞാൻ ആ ഡേറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈവൻ ദോ നിങ്ങൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിൽക്കുന്നവരാണെങ്കിലും ഇപ്പോഴേ അതിന് വേണ്ടിയുള്ള ട്രൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സിലബസ് അക്കോർഡിംഗ്ലി കവർ ചെയ്യുക. ഏതൊക്കെയാണോ സിലബസ് ആയിട്ട് വരുന്നത് അതെല്ലാം കോൺസെപ്റ്റ് ബേസ് തന്നെ പഠിച്ചു പോവുക. രണ്ടാമത്തെ ഗോൾ എന്ത് ചെയ്യുക? ആദ്യം സിലബസ് എല്ലാം കവർ ചെയ്തു, നിങ്ങൾ എല്ലാം കവർ ചെയ്തു, പക്ഷെ എങ്ങനെ അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടാർഗറ്റ് സ്കോറിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് രണ്ടാമത്തെ ഗോളായിട്ട് നോക്കേണ്ട. ആദ്യത്തെ ഒരു 3 മാസം നിങ്ങൾ എന്ത് ചെയ്യുക? സിലബസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടാർഗറ്റ് സ്കോറിൽ എത്തിക്കാനുള്ള പാടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം
ലക്ഷക്കണക്കിന് ആൾക്കാരാണ് SSC CGL പോലുള്ള, നമുക്കറിയാം നാഷണൽ വൈഡ് ആയിട്ടുള്ള എക്സാമാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ എഴുതുന്നുണ്ട്, ഓരോ സ്റ്റേറ്റിലെ ആൾക്കാർ നല്ലപോലെ മാർക്ക് മേടിക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം നമ്മൾ അതിൽ ഒരാളാവണമെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം നമ്മൾ സിലബസ് കവർ ചെയ്യുക, അടുത്ത 3 മാസം നമ്മുടെ ടാർഗറ്റ് സ്കോർ, ഇത്ര സ്കോറിൽ ഞാൻ എത്തിച്ചിട്ടേ ഞാനൊരു ഈ എക്സാം എഴുതാൻ പോകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വിൽ പവറിലാണ് നിങ്ങളുടെ ജോലി ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളുടെ മാത്രം ശ്രമമാണ്. നിങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമല്ല, നിങ്ങൾ എത്രത്തോളം മുന്നിൽ എത്തുന്നു എന്നതിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി ഇരിക്കുന്നത്. അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഗോൾസ് ഞാൻ പറഞ്ഞു. അപ്പോൾ പക്ഷെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഗോൾസിനൊക്കെ വരുന്ന പ്രോബ്ലംസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത്? അല്ലെങ്കിൽ ഒരുപാട് വർഷകാലമായിട്ട് എഴുതുന്നവർക്കൊന്നും ജോലി കിട്ടുന്നില്ല, പിന്നെയാണോ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നവർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഒരുപാട് പേർക്കുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹാർഡ് വർക്ക് കൃത്യമായ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജോലി കിട്ടത്തില്ല. നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ പേഷ്യൻസ് എന്തിലാണോ നമ്മൾ അടിസ്ഥാനമായിട്ട് നമ്മുടെ ലക്ഷ്യം അതിൽ തന്നെ ഫോക്കസ്ഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അങ്ങനെ കിട്ടിയ എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നമ്മൾ നേരിടേണ്ട ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഷിഫ്റ്റ് പാടാണോ, ഈസി ആണോ, ഹാർഡാണോ, എങ്ങനെയായിരിക്കും ഷിഫ്റ്റ് വരുന്നതെന്നൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. നമ്മളിപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്ന് പോയി കഴിഞ്ഞാലും നമ്മുടെ മുന്നിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് എത്തുമ്പോൾ അയ്യോ ഇതെന്താണ് നമുക്ക് ഇത്രയും എളുപ്പമുള്ളത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന കാര്യമാണ്. അതൊരു ക്വസ്റ്റ്യനിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ ഒരു പ്രോബ്ലമാണ്. കുറച്ച് പേർക്ക് ഈസി ഷിഫ്റ്റ് കിട്ടുന്നു, കുറച്ച് പേർക്ക് ഹാർഡ് ഷിഫ്റ്റ് കിട്ടുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ ഈസി ഷിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് സ്കോർ ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാം നമ്മുടെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ഒരു നോളജ്, നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ നമ്മുടെ മാക്സിമം നോളജ് ഉണ്ടാക്കിയെടുക്കുക. അതിൽ നിന്ന് വരുന്ന എത്രയും നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്തു അത് മതി. ബാക്കിയെല്ലാം എന്താണ്, നിങ്ങൾക്ക് നോർമലൈസേഷൻ വഴിയും ബാക്കിയുള്ള രീതിയിലും ഒക്കെ നിങ്ങൾക്ക് മാർക്ക് കയറും. നിങ്ങളുടെ അറിവ് കൃത്യമായ രീതിയിലാണോ നിങ്ങൾ യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കോർ അവിടെ എന്ത് ചെയ്യും, ടാലി ആവും. ഈസി ആണോ ഹാർഡാണോ എന്നൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, നോക്കേണ്ട ആവശ്യമേ നിങ്ങളില്ല. രണ്ടാമത്തെ കാര്യമാണ് വാക്കൻസി. നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ഇപ്പം നമ്മുടെ CGLന്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2024 വിളിച്ചൊരു സമയത്ത് 17,727 വാക്കൻസിയാണ് വിളിച്ചത്. ഏകദേശം 17,000 വാക്കൻസീസ് വിളിച്ചെങ്കിൽ പോലും ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ വാക്കൻസി നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. 2023 വിളിക്കുന്നത് 8,000 ആണ്. 2022 വിളിക്കുന്നത് 36,000 വാക്കൻസി വിളിച്ചു. അത് അത്യാവശ്യം വാക്കൻസി വിളിച്ചു. പക്ഷെ നോർമലി നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വാക്കൻസി ഇൻക്രീസ്മെന്റ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, 2021 7,000, 2020 7,000, 2019 8,000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ആകെ 2022 36,000, 2024 17,000. ഈ വാക്കൻസിയുടെ ലിസ്റ്റിംഗ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഭാഗ്യ പരീക്ഷണമാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് ഇനി എത്ര വാക്കൻസി ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും അതൊരു 100 വാക്കൻസി ആയാലും അതൊരു 1000 വാക്കൻസി ആയാലും 10,000 വാക്കൻസി ആയാലും അതിൽ ഉള്ളിൽ ഒരാളാവുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ പഠിക്കുക. വാക്കൻസി നിങ്ങളുടെ ബോധർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കൊടുത്താണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എത്ര വാക്കൻസി വന്നാലും അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട കാര്യം പോലും ഇല്ല. ആ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ് നിങ്ങളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഇനി കട്ട് ഓഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കട്ട് ഓഫ് എങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ എങ്ങനെ പെർഫോം ചെയ്താലും ചിലപ്പോൾ കട്ട് ഓഫ് എന്ത് ചെയ്യും, കൂടി വരും. കാരണം എന്താണ്, അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. ശരിയാണ്, കോമ്പറ്റീഷൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 17,000 വേക്കൻസി ആയാലും 8,000 വേക്കൻസി ആയാലും 7,000 വേക്കൻസി ആയാലും നമുക്ക് അത്യാവശ്യം ഒരു ആവറേജ് ലെവൽ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിലുള്ള ഒരു പകുതി ആൾക്കാരും ഗ്രാജുവേറ്റഡ് ആണ്. പകുതിയല്ല 3/4 കൂടുതലും ആൾക്കാർ ഗ്രാജുവേറ്റഡ് ആണ്. ആ ഗ്രാജുവേറ്റഡ് ആയതിൽ 1,00,000 ആൾക്കാരെങ്കിലും, ഒരു 50ഓളം ലക്ഷം ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും, എക്സാംസ് എഴുതും. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 36 ലക്ഷം ആൾക്കാർ 2024 എഴുതി, 24 ലക്ഷം ആൾക്കാർ 2023 എഴുതി, 34 ലക്ഷം ആൾക്കാർ തന്നെ 2022 എഴുതി. ആ ഒരു റേഞ്ച് ഓഫ് ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കറിയാം, 21 നിന്ന് തുടങ്ങി ഇപ്പോൾ 36 വരെ ഉള്ള ഒരു വാക്കൻസി ഇപ്പോൾ ആപ്ലിക്കേഷൻസിൽ അത് എത്തിച്ചേർന്നു. കാരണം എന്താ, ഓരോ വർഷം കൂടുന്തോറും ആൾക്കാരുടെ എണ്ണം കൂടും. ഓരോരുത്തർ ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയം കൂടുകയാണ്. അപ്പോൾ അത്രയും ആൾക്കാർ എന്ത് ചെയ്യും, ആ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ്. നമുക്ക് ജോലി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരു ജോലി എന്ന് പറയുന്നത്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ജോലി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്,
സെൻട്രൽ ഗവൺമെൻറ്റിലെ കീഴിലുള്ള ജോബുകളും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ്സ് ആയാലും നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിലേക്ക് തന്നെയാണ് റഷ് അടിച്ച് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പെട്ടെന്ന് ജോലി മേടിക്കുക എന്നുള്ളതാണ്. ഓരോ വർഷം കഴിയും തോറും കോമ്പറ്റീഷനും കൂടും, വാക്കൻസി കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ അവിടെ കാര്യമുള്ളൂ. അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വാക്കൻസി, ആപ്ലിക്കൻസ്, അപ്പിയർ ആയവർ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം ഇതിൽ ഇപ്പം 36 ലക്ഷം ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും അപ്പിയർ ചെയ്യണമെന്നില്ല. ഇവിടെ 21 ലക്ഷം ആൾക്കാരെ അപ്ലൈ ചെയ്തപ്പോൾ പോലും 7 ലക്ഷത്തി ആൾക്കാരെ എഴുതുന്നുള്ളൂ. ആ ഒരു സംഗതി ഉണ്ട്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ചില അവസ്ഥകളുണ്ട്, സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറേ പേര് പഠിച്ചില്ല, ദൂര സ്ഥലങ്ങളിലാണ് കിട്ടുന്നതെങ്കിൽ പോകാനുള്ള മടി ഉണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഡ്രോപ്പ് ആവും. പക്ഷേ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളവർ മാത്രമേ ഫൈനൽ വരെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, അത്രയും നല്ല പഠിച്ചു എന്നുള്ളൊരു വിശ്വാസം ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ആ കോമ്പറ്റീഷൻ ഒരിക്കലും വിട്ട് കളയരുത്. ഒരു 10-15 ലക്ഷത്തോളം ആൾക്കാരോടെയാണ് നമ്മൾ മത്സരിക്കേണ്ടതെന്നുള്ളൊരു നോർമൽ നമ്മുടെ എന്താണ് മെൻറ്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബോധർ ചെയ്യേണ്ട കാര്യമല്ല വാക്കൻസി, ആപ്ലിക്കൻസിൻ്റെ നമ്പർ, അപ്പിയർ ആയവരുടെ കണക്ക്, അറ്റൻഡൻസിൻ്റെ കണക്ക് ഒന്നും, നമ്മുടെ ഷിഫ്റ്റിൻ്റെ പാടോ വാക്കൻസിയോ കട്ട് ഓഫോ കോമ്പറ്റീഷനോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ട എന്തിനെയാണ്, സ്കോറിനെയാണ്. നമ്മൾ ഒരു മിനിമം സ്കോർ നമ്മൾ വാങ്ങാൻ നമ്മൾ റെഡിയാണോ എങ്കിൽ നമ്മുടെ കൂടെ ആയിരിക്കും എന്തും ഭാഗ്യവും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ മാക്സിമം നമ്മൾ കൊടുക്കുക. എങ്കിൽ എങ്ങനെ നമുക്ക് CGL 2025 ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം, വിത്തിൻ 6 months നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഗോളിലേക്ക് എത്തിച്ചേരാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഫസ്റ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് മനസ്സിലാക്കുക, ടോപ്പിക് വൈസ് വെയിറ്റേജ് അറിയുക. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. എല്ലാവരും പഠിക്കുന്നു, എന്തുകൊണ്ട് കുറച്ച് പേര് മാത്രം മുന്നിലെത്തുന്നു അല്ലെങ്കിൽ അവർക്ക് മാത്രം നല്ല സ്കോർ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായ രീതിയിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് കൃത്യമായ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ച് പഠിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഏറ്റവും ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ വൈഡാണ്, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ ഏതാണ് ഫസ്റ്റ് പഠിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുത്ത് എന്തിലാണെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് എന്ത് വേണ്ടത്, ടോപ്പിക് വൈസ് വെയിറ്റേജ് വേണ്ടത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ദിശ അക്കാഡമി ടോപ്പിക് വൈസ് വെയിറ്റേജ് ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ ഇതൊരു റോഡ് മാപ്പാണ്, എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമ്മളിതിലൂടെ പറയാനായിട്ട് ശ്രമിക്കുക. ഇനിയും സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. അതിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ നോക്കി തുടങ്ങുക. ഓക്കെ, അപ്പോൾ ടോപ്പിക് വൈസ് വെയിറ്റേജ് അറിയുക. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിലും ഇപ്പോൾ ഇംഗ്ലീഷിൽ ഏതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്, മാത്സിൽ ഏതാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത്, റീസണിങ്ങിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാക്കി എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു കാര്യം നിങ്ങൾ ഫസ്റ്റ്ലി മനസ്സിലാക്കിക്കൊള്ളുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബേസിക് കോൺസെപ്റ്റുകൾ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സിലും ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ഉപയോഗിക്കുന്ന കുറേ പ്രോബ്ലംസ് കാണും. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ പഠിച്ച് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു അത്യാവശ്യമായിട്ട് നമ്മളൊരു PYQ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നാൽ ഉടനെ വന്ന് മറിച്ച് നോക്കി ഈ യൂണിറ്റിലാണ് ഇതുള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആകെപ്പാടെ കൺഫ്യൂഷനായി എല്ലാം കൂടെ എടുത്ത് വാല്യൂ വലിച്ച് വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരും. അതങ്ങനെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് എനർജിയാണ്. അതൊരിക്കലും ഉണ്ടാക്കാതിരിക്കുക. എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് ബുക്സ് എടുക്കുക. മാത്സിനായിക്കോട്ടെ, റീസണിങ്ങിനായിക്കോട്ടെ, നമ്മുടെ ഇംഗ്ലീഷിനായിക്കോട്ടെ, നമ്മുടെ GK ആയിക്കോട്ടെ, എല്ലാത്തിനും സെപ്പറേറ്റ് ബുക്സ് എടുത്ത് നന്നായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ കൃത്യമായി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി ഓരോ ചാപ്റ്റർ എടുത്ത് പഠിച്ച് അതിൻ്റെ ഫോർമുലാസ് സെപ്പറേറ്റ് എഴുതി കോൺസെപ്റ്റുകൾ കൃത്യമായി എഴുതി എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സേഫ് സ്കോർ. നമ്മളിപ്പോൾ എത്ര പഠിച്ചാലും നമ്മൾ എന്തുകൊണ്ട് മുന്നിൽ എത്തുന്നില്ല എന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ മനസ്സിലാവത്തുണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കും, എനിക്കൊരു 120 മേളിൽ എനിക്ക് സ്കോർ കിട്ടി, അപ്പോൾ ഞാൻ എന്തായാലും കയറി പോകുമായിരിക്കും. അങ്ങനെ ഒരു തോട്ടല്ല വെക്കേണ്ടത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അതാണ് നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്. നമുക്കറിയാം ഓരോ വർഷത്തിൻ്റെയും കട്ട് ഓഫിന് മാറ്റങ്ങളുണ്ടാവും. അത് ഓരോ രീതി അനുസരിച്ചിരിക്കും. നമ്മൾ ഓരോ വർഷത്തിൻ്റെ രീതികൾ അനുസരിച്ച് തന്നെയാണ് കട്ട് ഓഫ് വരുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴും ഒരു ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട
നോക്കേണ്ട ഒരു നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ വർഷത്തിൽ എന്താണോ നടന്നത് അതിൻ്റെ ഒരു പാറ്റേൺ ബേസിലായിരിക്കും എന്ത് നടക്കുന്നത്, ഇപ്പോഴത്തെ കട്ട് ഓഫ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്ത് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഇത്രയും വന്നു, അപ്പോൾ ഇതുവരെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുക. അല്ലാണ്ട് കഴിഞ്ഞ വർഷം ഇതായതുകൊണ്ടാണ് ഇത്ര കട്ട് ഓഫ് വന്നത്, നമുക്ക് ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴും നല്ല സ്കോർ വാങ്ങിച്ച് ഫ്രണ്ടിൽ നിൽക്കാൻ നോക്കുക. കഴിഞ്ഞ വർഷം 130 കട്ട് ഓഫ് അല്ലെങ്കിൽ 150 കട്ട് ഓഫ് എങ്കിൽ ഇത്തവണ നമ്മൾ എന്ത് മേടിക്കുക, 160 അല്ലെങ്കിൽ 170 അടുപ്പിച്ച് വാങ്ങിക്കുക. നമ്മൾ എപ്പോഴും ഒരു സേഫ് സ്കോർ, അതുകൊണ്ടാണ് ടാർഗറ്റ് സ്കോറിനെക്കാളും നമ്മുടെ വേർഡ് എന്താണ്, സേഫ് സ്കോർ ആണ്. സേഫ് സ്കോറിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ടെൻഷനും കാണില്ല. പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മെയിൻസിലേക്ക് പഠിക്കാനുള്ള നമ്മുടെ ആവേശം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത്രത്തോളം നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മുടെ മാർക്കിൽ. ആ ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് സേഫ് സ്കോർ കൃത്യമായി മനസ്സിലാക്കി അതിലേക്ക് എത്താനുള്ള ചുവടുവയ്പ്പുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മുന്നേ ചെയ്തു വരേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയായിട്ട് ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, വർക്ക് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്ത് വേണം ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PYQ സെഷൻസ് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് ആ സ്കോറിലേക്ക് എത്തുന്നുണ്ടോ, നിങ്ങൾ മോക്കൊക്കെ എടുത്ത് നിങ്ങൾ അതിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. നമ്മൾ 2025 എക്സാം എഴുതണമെങ്കിൽ നമ്മൾ 2023, 24 ക്വസ്റ്റ്യൻസ് നോക്കി പോയി കഴിഞ്ഞാൽ ഏറ്റവും ആവറേജ് ലെവൽ ഓഫ് മാർക്ക് നമുക്ക് മേടിക്കാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. നമുക്ക് അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസേ വരൂ, അതേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വേറൊരു തരത്തിൽ ചോദിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈസ് ദ കീ എന്ന് തന്നെ വിചാരിച്ച് പഠിക്കുക. ഇനി അടുത്ത് ഡു റെഗുലർ മോക്സ് ആൻഡ് റിഫർ ബുക്സ്. നിങ്ങൾ എങ്ങനെയാണോ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ബുക്കാണ് ഏറ്റവും കൂടുതൽ യൂസബിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ബുക്സ് യൂസ് ചെയ്യുക കേട്ടോ. ബുക്സ് ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഫോൺ യൂസ് ചെയ്ത് മടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്ത് അവസാനം നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ആവുന്ന ടൈമിൽ ബുക്കൊക്കെ മേടിച്ച് വെച്ച് ഒന്ന് റിലാക്സിങ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിനുവേണ്ടി ബുക്സ് കരുതുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനൊക്കെ ബുക്സ് റെഫർ ചെയ്ത് പഠിക്കുന്നതും അത്യാവശ്യം നല്ലതാണ്. അതിലാവുമ്പോൾ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ സൊല്യൂഷൻസ് ഒക്കെ അതിൽ നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ബുക്സും കൂടെ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്കും എടുക്കുന്നത് നല്ലതാണ്. മോക്കെന്ന് പറയുന്നത് നമുക്ക് സ്കോർ ടാർഗറ്റ് എത്താനും നമ്മുടെ സ്പീഡ് കൂട്ടാനും നമ്മുടെ ആ ഒരു കൃത്യമായ രീതിയിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ആ ഒരു പാത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. കാരണം നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആകുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കുറച്ചുണ്ടെങ്കിൽ മാത്രമേ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈസി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ എന്താണ് ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട, റിവിഷൻ ഈസ് ദ കീ. റിവിഷൻ ആണ് കീ എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്യുക, ഒരിക്കൽ കൂടെ വായിച്ച് നോക്കുക. GK ആണെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അതെല്ലാം പോകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക, റിവിഷൻ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ അതിനൊരു എന്ത് ചെയ്യത്തുള്ളൂ, എഫക്റ്റീവ്നെസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പം റിവിഷനും കൂടെ ചെയ്യാനായിട്ട് ശ്രമങ്ങൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു സക്സസ്സിലേക്ക്, എന്ന് വെച്ചാൽ CGL എന്ന് പറയുന്നത് നമുക്കൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അത് ഇത്രയും നല്ല പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 1 സിലബസ് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. എന്തൊക്കെയാണ് ടയർ 1 എന്ന് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് നോ ദ സിലബസ് ആൻഡ് ടോപ്പിക് വൈസ് വെയിറ്റേജ്, അതാണ് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യം. അപ്പോൾ ടയർ 1 എന്താണെന്ന് ആലോചിക്കുക. റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, GK ഉണ്ട്. എല്ലാത്തിനും ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണുള്ളത്. 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, 2 മാർക്കാണ് കറക്റ്റ് ആൻസറിന്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 2 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. 0.5 ആണ് റോങ് ആൻസറിന്. അതായത് 2 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. നമുക്ക് ഒരു പേപ്പറിന് എത്രയാണ്, 60 മിനിറ്റ് ആണുള്ളത്. 60 മിനിറ്റ് എന്ന് 1 മണിക്കൂറാണ് നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത്. ഈ 4 സെക്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലുള്ളത് 1 അവർ ടൈമാണ്. ഈവൻ ഒബ്ജക്റ്റീവ് MCQ ക്വസ്റ്റ്യൻ ആയാൽ പോലും നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കത് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ലാവിഷായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. എല്ലാത്തിനും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ടൈമിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാം. നമുക്ക് ഈ പറയുന്ന GK ആണെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ചെയ്യാം. ഏകദേശം ബാക്കി രണ്ടിനും എന്ത് ചെയ്യുക, ഒരു 20 മിനിറ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ നിങ്ങൾക്ക്
ഓക്കെ ആണ്, നിങ്ങൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് റീസണിംഗ് ഒക്കെ 15 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിന് കുറച്ചും കൂടെ ടൈം കൊടുക്കാം. ഈവൻ നമുക്ക് GK ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് സെറ്റ് ആവുകയുള്ളൂ. നിങ്ങൾ അത് നേരത്തെ പഠിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ലാവിഷ് ആയിട്ട് ടൈമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്. ആ ടൈം നിങ്ങൾ മാക്സിമം പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുക കേട്ടോ. ഹൈ സ്കോറിങ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ആ സ്ട്രോങ് പോയിന്റ്സ് പഠിക്കുക. ഏറ്റവും വീക്കായിട്ടുള്ള സബ്ജക്റ്റിനെ അങ്ങനെ നിർത്തി ആ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പക്ഷെ എപ്പോഴും നമ്മൾ സ്ട്രോങ് സാധനങ്ങളിലായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ കണ്ണ് നിൽക്കേണ്ടത് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് സ്ട്രോങ് പോയിന്റ്സിലാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ടയർ 1 നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളൊരു ടാർഗറ്റ് സ്കോർ. നമ്മളെപ്പോഴും പറഞ്ഞു ടാർഗറ്റ് സ്കോർ മനസ്സിലാക്കി അല്ലെങ്കിൽ സേഫ് സ്കോർ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെയൊക്കെ അനാലിസിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം 150-ൽ മേളിലുള്ളവർക്ക് മാത്രമേ നല്ലൊരു എന്ത് ചെയ്യാൻ പറ്റുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടയർ 1 നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സേഫ് സ്കോർ എത്രയാണ്? 200-ൽ 160. കാരണം 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എത്ര മാർക്കിനുള്ളത്? 100 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വെച്ച് 200 മാർക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എത്ര സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 160-ന് മുകളിൽ എപ്പോഴും പ്ലസ് എന്ന് തന്നെ ആലോചിക്കുക. 160-ൽ പ്ലസ് നിങ്ങൾ 160 കിട്ടണവരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് വരുന്നതെന്ന് വിചാരിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിനൊരു ടൈമുണ്ട്. ഇപ്പോഴേ ചാടിക്കയറി 160-ൽ എത്തിക്കണമെന്നല്ല, ഒരിക്കലും നമുക്കത് നടക്കുന്ന കാര്യവുമല്ല. ആദ്യം നമുക്ക് ചിലപ്പോൾ ഒരു 80 മാർക്കായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു 60 മാർക്കായിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് മന്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 60 കിട്ടുന്നുള്ളൂ. രണ്ടാമത്തെ മാസം ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഇതാക്കി 80-ലേക്ക് എത്തുക. അടുത്ത മാസം എത്തുമ്പോൾ ഒരു 100-ലേക്ക് എത്തിക്കുക. അടുത്ത മാസം ആകുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 120, 130ഓളം എത്തിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ലാസ്റ്റ് മാസത്തിൽ നമ്മൾ തീവ്രമായിട്ട് പരിശീലിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 160 റേഞ്ചോളം നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ തലേന്ന് വരെയും പരിശ്രമിച്ച് നമുക്ക് ഏകദേശം 100 എന്നും പറഞ്ഞ് നമ്മൾ കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും കോൺഫിഡൻസ് കളയരുത്. നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓരോ ശ്രമങ്ങൾ വഴി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു പാത്തിലേക്ക് നമ്മൾ എത്താൻ പറ്റൂ. ഫസ്റ്റ്ലി നടക്കുന്ന കാര്യമേ അല്ല, ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സിലബസ് മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി, റിവിഷൻ ചെയ്ത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത്, മോക്കുകൾ അറ്റൻഡ് ചെയ്ത് മാത്രമേ നമ്മൾ പെർഫെക്റ്റ് ആവുള്ളൂ. ഒരിക്കലും ആദ്യം പെർഫെക്റ്റ് ആവില്ല, അത് 100% ഉറപ്പാണ്. ഒരു 100 മാർക്ക് വരെ എല്ലാ പേർക്കും മേടിക്കാൻ പറ്റും. പക്ഷെ അതിനപ്പുറം മേടിക്കുക എന്നുള്ളൊരു ടാസ്കിലേക്ക് നിങ്ങൾ വളരേണ്ടതുണ്ട്. നിങ്ങളുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ മെൻ്റൽ എബിലിറ്റിയും നിങ്ങളുടെ കോർ സ്ട്രെങ്തും ഒക്കെ കൂട്ടി നന്നായിട്ട് ഹെൽത്തി ഫുഡ്സൊക്കെ കഴിച്ച് നന്നായിട്ട് ഉറങ്ങി ആ ഒരു രീതിയിൽ ഒരുപാട് സ്ട്രെയിൻ എടുത്തല്ല നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ ലാസ്റ്റ് മാസം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് സ്ട്രെയിൻ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് റിലാക്സിങ് പീരീഡാണ്. അത്യാവശ്യം ഡെയിലി നിങ്ങൾ ഇത്ര വെച്ച് പഠിക്കും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏറ്റവും കൂളായിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും SSC CGL എന്ന് പറയുന്നത് കേട്ടോ. അത് ആ ഒരു ഡെവലപ്മെന്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ മോട്ടോ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. യു ഹാവ് ടു സ്കോർ ബെറ്റർ ദാൻ എവ്രി വൺ. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ 6 month ഹാർഡ്ഷിപ്പ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ 6 മാസം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഏറ്റവും നല്ല വഴികൾ തുറന്നു തരുന്നത്. അതുകൊണ്ട് ആ 6 മാസം നിങ്ങൾ കൃത്യമായി പഠിക്കുക. 6 മാസത്തിൻ്റെ ഹാർഡ്ഷിപ്പ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ബോറിങ് ആൻഡ് റിപ്പറ്റേറ്റീവ് പ്രോസിങ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളിപ്പോൾ ഇത്രയും 6 മാസം അടച്ചിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ നടത്തിയെടുക്കേണ്ട കാര്യമാണ്. 6 മാസത്തിൻ്റെ ഒരു ശ്രമത്തിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ജോലി കിട്ടുമെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനായിട്ട് ശ്രമിക്കേണ്ട കാര്യമുണ്ട്. ബോറിങ് ആയിരിക്കും, ഒരു റിപ്പറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും. നമ്മൾ എന്നും എണീക്കുന്നു, ഇത്ര മണിക്കൂർ 8 മണിക്കൂർ പഠിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു റെപ്പറ്റീഷൻ ആവും, അതൊരു ബോറിംഗ് പ്രോസസ്സ് ആയി തുടങ്ങും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശരിക്കും പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില സമയം നിങ്ങൾക്ക് അത്രയും മണിക്കൂർ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു മൊമെന്റിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെയാണ് യഥാർത്ഥ ഒരു എല്ലാവരും പഠിപ്പിസ്റ്റ് ആവുന്നില്ല. ദ ഫ്ലോ ഓഫ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഇൻട്രസ്റ്റ് ആവും. നമ്മളെപ്പോഴും ഫോൺ കളിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഫോൺ കളിച്ചപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി, നമ്മളതിപ്പോൾ 1 മണിക്കൂർ കളിക്കുന്നു, 2
മണിക്കൂർ കളിക്കുന്നു, 3 മണിക്കൂർ കളിക്കുന്നു, പിന്നെ അത് കൂടിക്കൂടി വരുന്നു. കാരണം നമ്മൾ അത് ഗ്രാജുവലി ഇൻക്രീസ് ആവാൻ കാരണം നമ്മൾ അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ആ 8 മണിക്കൂർ ചിലപ്പോൾ നിങ്ങൾ 9 മണിക്കൂറാക്കും, 10 മണിക്കൂറാക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ചെയ്യാനായിട്ട് തോന്നും. എന്തൊരു സാധനം ആയാലും നമ്മൾ ഡെയിലി ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരു ദിവസമൊക്കെ നമുക്ക് ബ്രേക്ക് കൊടുത്തെന്നും പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷേ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഡെയിലി റുട്ടീനായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ അത് എത്തിച്ചേരത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബോറിംഗ് ആൻഡ് റിപ്പറ്റേറ്റീവ് പ്രോസസ്സ് ആണെങ്കിൽ പോലും അതിലൊരു ഇൻട്രസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ 6 മാസത്തിൻ്റെ ഹാർഡ്ഷിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കംപ്ലീറ്റ്ലി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഈസി എക്സാം ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു 5 വർഷമായിട്ട് പഠിക്കുന്നവർ കാണും, 2 വർഷമായിട്ട് പഠിക്കുന്നവർ കാണും. അങ്ങനെ എത്രയോ ആൾക്കാർ അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷനാണ്, അയ്യോ ഞങ്ങൾ എങ്ങനെ അതിനോട് എത്തും എന്നുള്ളൊരു ടെൻഷനാണെങ്കിൽ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ അപ്ഡേറ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവും ഉണ്ടാവേണ്ട. നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഓൾറെഡി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവരെത്രയോ മാർക്ക് മേടിച്ചോട്ടെ, ഞാൻ അതിൻ്റെ ഒപ്പം എത്തുക എന്നുള്ളൊരു ചിന്ത മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ കേട്ടോ. ഇനി അടുത്ത ലോട്ട് ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രഗിൾസ് നിങ്ങൾക്ക് ഉണ്ടാവും. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം പഠിക്കുമ്പോൾ ഒരുപാട് പേരുടെ ചിലപ്പോൾ എന്ത് ചെയ്യും, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, നിങ്ങൾ പുറത്തൊന്നും ഇറങ്ങുന്നുണ്ടാവില്ല, സോഷ്യൽ ലൈഫ് ഉണ്ടാവുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ മെൻ്റലി എക്സോസ്റ്റഡ് ആവും, അത് ഉറപ്പാണ്. കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഡെയിലി നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു സ്റ്റാർട്ട് കിട്ടണമെന്നില്ല. കാരണം നെഗറ്റീവ് ആയിരിക്കാം. നാളെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു സ്കോർ നേടുന്നത്, അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കുറയും. അങ്ങനെയൊന്നും നിങ്ങൾ മെൻ്റലി സ്ട്രഗിൾഡ് ആവരുത്. നിങ്ങൾ ഇത്രയും മണിക്കൂർ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഭയങ്കര കുത്തിയിരുന്ന് പഠിക്കണമെന്നല്ല. എല്ലാ കാര്യങ്ങളും ഫോൺ ഉപയോഗിക്കുക, കളിക്കുക, പുറത്തു പോവുക, എല്ലാ രീതിയിലും നിങ്ങൾ അതിന് വേണ്ടിയായിട്ട് സ്പെൻഡ് ചെയ്യുക. ടൈമുകൾ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ രീതിയിൽ തന്നെ ജീവിച്ചോളൂ. പക്ഷെ അതിനെന്ത് ചെയ്യും, ചില സമയം ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ ലൈഫും നിങ്ങളുടെ ഡിമോട്ടിവേറ്റഡ് സെൽഫ് നിങ്ങൾക്കറിയാമല്ലോ, സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺകൺട്രോളബിൾ ആണ്. അതിങ്ങനെ പറന്ന് നടക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തൊരവസ്ഥ വരും. പക്ഷെ അതൊന്നും നിങ്ങളെ ഡിമോട്ടിവേറ്റഡ് ആക്കരുത്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങൾ ചുമ്മാ ഇരുന്ന് പഠിക്കുന്ന സമയത്താണെങ്കിൽ ഒരു പോസിറ്റീവ് കോട്ട്സ് ഒക്കെ നിങ്ങൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾക്കൊരു ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ പോസിറ്റീവ് ഫാക്ടർ എപ്പോഴും നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. എപ്പോഴും നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് ഒരുപാടുണ്ടാവും, ഡിമോട്ടിവേഷൻസ് ഉണ്ടാവും. അതൊന്നും നിങ്ങളെ തളർത്താൻ പാടില്ല കേട്ടോ. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവേണ്ടത്, ബട്ട് യു ഓൾവേസ് നീഡ് എന്താണ് കൺസിസ്റ്റൻസി ഉണ്ടാവുക, എപ്പോഴും കീപ്പപ്പ് ചെയ്ത് പോവുക, ആ ഡെയിലി പേസ് കീപ്പ് ചെയ്യുക, ആക്യുറേസി ഉണ്ടാക്കിയെടുക്കുക, ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. എപ്പോഴും നമ്മൾ മിസ്റ്റേക്സുകൾ ഉണ്ടാക്കും. ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അയ്യോ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചല്ലോ എന്നുള്ളൊരു സാഹചര്യം വരും. അതൊന്നും വരുത്താതെ നോർമലി അത് ആക്യുറേറ്റ് ആക്കി മാറ്റുക, എഫിഷ്യൻ്റ് ആവുക. നമ്മൾ 8 മണിക്കൂർ പഠിക്കുന്നു, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ? 4 മണിക്കൂർ പഠിച്ചാൽ എനിക്ക് അത്യാവശ്യം മനസ്സിലാവുമെങ്കിൽ അങ്ങനെ മതി. ആ ഒരു രീതിയിൽ പഠിക്കുക, എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കുക. വെറുതെ അനാവശ്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാളും നല്ലത് എത്ര മണിക്കൂർ നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുമോ അത്രയും മണിക്കൂർ പഠിക്കുക. അത് പഠിക്കുന്നത് ആവശ്യമുള്ളത് പഠിക്കുക. അനാവശ്യമായിട്ട് വാരി വലിച്ച് പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല. അത് കൃത്യമായി ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക, റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. സ്റ്റഡി ചെയ്യുക, റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. പഠിക്കുക, റിവൈസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഇനി അടുത്ത് നിങ്ങളുടെ ഏറ്റവും മൈൻഡിൽ ഉണ്ടാവുന്ന, ഇപ്പോൾ ജനുവരി ആയിട്ടേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് 6 മാസത്തിൻ്റെ സമയമുണ്ട്. ആ 6 മാസം നിങ്ങൾ കോച്ചിങ് എടുക്കണോ സെൽഫ് സ്റ്റഡി എടുക്കണോ എന്നുള്ളൊരു സംശയത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നീഡ് എ ഗൈഡ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ വേണം. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോച്ചിങ്ങിന് ചേരുക. വീട്ടിൽ ഇരുന്നാൽ പഠിക്കൂല, അല്ലെങ്കിൽ എന്താണ് ഡിമോട്ടിവേറ്റ് ആയിപ്പോവും, എനിക്ക് എൻ്റെ എന്താണ് ആ ഒരു സാഹചര്യത്തിൽ ഇരുന്ന് പഠിച്ചാൽ എനിക്ക് പഠിത്തം വരില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കോച്ചിങ് ചൂസ് ചെയ്യുക. അല്ല സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡെയിലി റൊട്ടീൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇത്ര സമയം പഠിക്കും, അല്ലെങ്കിൽ ഇത്ര ടൈം ടേബിളിൽ വെച്ച് എനിക്ക് പഠിക്കാൻ പറ്റും, ടൈം മാനേജ് ചെയ്യാൻ പറ്റും. കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാൻ ഓക്കെ ആണ്, നിങ്ങൾക്ക് ബേസൊക്കെ അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാം, തെറ്റില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കൃത്യമായ പ്രോപ്പർ വേയിൽ ഇതൊക്കെയാണ് സിലബസ് എന്ന് മനസ്സിലാക്കി ഒരു കൃത്യമായ പാറ്റേണിൽ പഠിച്ച് കയറണമെന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാണാം, പേഴ്സണൽ പ്രോബ്ലംസ് കാണാം, ഫാമിലി പ്രോബ്ലംസ് കാണാം. എന്താണോ നിങ്ങൾ അലട്ടുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി എന്താണോ നിങ്ങൾക്ക് ബെറ്റർ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ ഈസിയാണ്, സേവ്സ് ടൈമാണ്, അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അഫോർഡബിളും ആണ്, ടൈം സേവ് ചെയ്യുകയും ചെയ്യും, ഈസിയും ആണ്. അതേസമയം നിങ്ങൾക്ക് എന്താണ് ഓഫ്ലൈൻ ക്ലാസ്സസ്
ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് ബിറ്റ് എക്സ്പെൻസീവ് ആണ്, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. കാരണം ഓഫ്ലൈൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുമ്പോൾ അവരുടെ കുറേ ഫെസിലിറ്റീസുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അഡോപ്റ്റ് ആവണമെങ്കിൽ അതിന് അതിൻ്റെതായ കുറേ എക്സ്പെൻസീവ് ചിലവുകളുണ്ട്. അത് കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്താണ് ഒരു പിയർ എൻവയോൺമെൻറ്റ് കിട്ടും. നിങ്ങൾക്ക് ഒരു കൊളീഗ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു പിയർ പ്രഷർ നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടാവും. അവർ പഠിക്കുന്നത് കാണുമ്പോൾ നമുക്കും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയിൽ നിന്ന് പഠിക്കുന്നതിന് നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ അവർക്കറിയായിരിക്കും. അതെന്ത് ചെയ്യും, ഷെയറബിൾ ആണ്. അങ്ങനത്തെ കുറേ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ചൂസ് ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിലാട്ടോ. അത് നമ്മളെ ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കുന്നതല്ല. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏതാണോ ഫീൽ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദിശ അക്കാഡമി SSC RRB ബാങ്കിന് ഓഫ്ലൈൻ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ബ്രാഞ്ചസിലാണ് നമ്മുടെ കോഴ്സസ് ഉള്ളത്. നിങ്ങൾക്ക് അറിയായിരിക്കും SSC RRB ബാങ്കിന് നമ്മൾ ഈക്വലായിട്ട് കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓരോ ബ്രാഞ്ചിൻ്റെയും നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാഞ്ചിൽ ആണ് നിങ്ങൾക്ക്, നിങ്ങളുടെ സ്ഥലം അവിടെ ആണെങ്കിൽ ആ ബ്രാഞ്ചിന് അടുത്തത് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ SSC ദിശ അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അവിടെ ജോയിൻ ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഓൺലൈൻ കോഴ്സസിനാണെങ്കിലും SSC RRB ബാങ്കിന് CGLൻ്റെ കോഴ്സസ് ആയാലും ഓരോ സ്പെസിഫിക് കോഴ്സുകളുണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും യൂസബിൾ ആയിട്ട് തോന്നുന്നത് അതിനു വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. SSC CGL പോലെയുള്ള ഒരു വലിയ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ടൈം ടേബിളും സെറ്റ് ചെയ്ത് നല്ല ഒരു പേസിൽ പോയിട്ടേ കാര്യമുള്ളൂ. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുക. ഈ ഒരു വർഷം തന്നെ ജോലി കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്